വഴിക്ക് വെച്ച് ആഹാരം കഴിക്കാൻ നിർത്തുന്ന കടകൾ മനുഷ്യൻ കണ്ടാൽ ഛർദ്ദിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ഞാൻ ഈ അടുത്ത കാലത്ത് കാറിൽ വരുമ്പോൾ ഈ ബസ് 2-3 എപ്പോഴും നിർത്തിയേക്കുന്നതാണ് ഒരു സ്ഥലത്ത്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ ഡ്രൈവറോട് പറഞ്ഞു നിർത്തുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെ ബസ്സൊന്നുമില്ല, ഈ ഉടമസ്ഥരുടെ കൊണ്ട്. ഞാൻ ആ ഹാളിലേക്ക് കയറിയിരുന്നു. ഇവിടുന്ന് യൂറിൻ്റെ നാറ്റം കാരണം അവിടെ ഇരിക്കാൻ പറ്റും. ഞാൻ വെച്ചാൽ ബാത്റൂമിനകത്ത് ഇവിടെ തന്നെയാണെന്ന് ചോദിച്ചു. അല്ല, അവിടെയാണ് സാർ. അതായത് ആഹാരം ഇരുന്ന് കഴിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബാത്റൂം, അത് അടച്ചിട്ടേക്ക് വന്നിട്ട് പോലും എൻ്റെ ദുർഗന്ധം പുറത്തേക്ക് വരും. ഞാൻ പറഞ്ഞത് എന്തെങ്ങനെ മേലോട്ട് നോക്കിയാൽ കംപ്ലീറ്റ് ചെലന്തി വരെ. അടുക്കളയ്ക്കകത്തോട്ട് നോക്കിയപ്പോൾ ഒരു ഇരുട്ടാണ് കാണുന്നത്. ആ ഇരുട്ടിനകത്ത് 2 അതിഥി തൊഴിലാളികൾ ഇങ്ങനെ എന്നെ എന്തോ ഒരു ജന്തുവിനെ കണ്ടതുപോലെ നോക്കിയിരിക്കുകയാണ്. അവർക്ക് ഈ ജന്തുവിനെ മനസ്സിലായില്ല. അവരിങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഇയാൾ കയറി വന്നെങ്കിൽ. ഞാനവിടെ നിന്നും ഒരു വട വാങ്ങിച്ചു. കൂടെ വന്നവർക്കെല്ലാം വടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചായയും കുടിച്ചു. ഞാനത് പറഞ്ഞ് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ കേരളത്തിലെ നല്ല ടോയ്ലറ്റുകൾ, 4 സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, നല്ല ഭക്ഷണം ന്യായമായ വിലയ്ക്ക് നൽകുന്ന പുതിയ റെസ്റ്റോറൻറ്റുകൾ ധാരാളം തുടങ്ങുന്നു. അവരെ മുഴുവൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അവർ പറയുന്ന നല്ല സ്ഥലങ്ങൾ നമ്മളൊരു ടീമിനെ വിട്ട് പരിശോധിച്ചിട്ട് അവിടെ നിർത്തി കൊടുക്കും. അവരൊന്നും തരണ്ട, അവിടെ നിർത്തി കൊടുക്കും വേണ്ടി യാത്രക്കാരന് ഏറ്റവും നല്ല ഭക്ഷണവും ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമെല്ലാം അവിടെ ഉണ്ടാകും എന്നാണ്. നമ്മളതെല്ലാം കൂടെ പണിയാൻ പറ്റുള്ളൂ. ഒരു ചെറിയ നീക്കം നടത്തിയുള്ളൂ. ആയിരക്കണക്കിന്, ഞാൻ അപേക്ഷ വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് അപേക്ഷയാണ്. KSRTC MD പറയുന്നത് സാർ ആയിരക്കണക്കിന് അപേക്ഷ വന്ന് കിടക്കണം. ഫോട്ടോ എല്ലാം ചേർത്ത് അയച്ചിങ്ങനെ. ഇനി അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അത് നമ്മൾ അങ്ങനെ വേണം. യാത്രയ്ക്ക് പോകുമ്പോൾ കാത്തിരിപ്പ് വളരെ പ്രധാനമാണ്. തിരുവനന്തപുരത്ത് ഒരു മൊബൈൽ കമ്പനിക്കാരുടെ പരസ്യം എന്നുള്ളതിൽ അവരെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ട് കണ്ണാടി കൊണ്ട് എയർ കണ്ടീഷൻ വെയിറ്റിംഗ് റൂം ഉണ്ടാക്കി. സ്ത്രീകൾക്ക് ഇരിക്കാൻ, അതുപോലെ കുടുംബസമേതം ഇരിക്കാൻ, കൊച്ചു കുഞ്ഞുങ്ങളെ മുലയൂട്ടണമെങ്കിൽ അതിനുള്ള സൗകര്യം അടക്കമുള്ള ഒരു ഗ്ലാസ് കൂട് ഞാൻ വരച്ചു കൊടുത്ത പ്ലാനാണ്. എഞ്ചിനീയറൊന്നും അല്ല, പക്ഷേ ഞാൻ കാണുന്ന സ്ഥലങ്ങളിൽ പലതരത്തിൽ കാണുമ്പോൾ കോപ്പി അടിച്ച് അങ്ങനെ വരച്ചു കൊടുത്തു. അത് അങ്കമാലി വരുന്നു. ഇപ്പോൾ കോഴിക്കോട് വരാൻ പോകുന്നു. സ്ത്രീകൾക്കും കുടുംബാംഗങ്ങളായിട്ടുള്ള സ്വസ്ഥമായി എയർ കണ്ടീഷൻ മുറിക്കകത്ത് ഇരുന്ന് ഒരു മണിക്കൂറത്തെ 20 രൂപ കൊടുത്താൽ അതവിടെ ഗൂഗിൾ പേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ കാണുന്ന കണക്ക് കാർഡുകളുമൊക്കെ ഉപയോഗിച്ച് നമ്മളെ എല്ലാ ബാങ്കിൻ്റെയും കാർഡുകൾ എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് KSRTC 4 മാസത്തിനുള്ളിൽ വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബസ് വരുന്ന സമയം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ 10 മിനിറ്റിനുള്ളിൽ ഇന്ന് ഈ വഴിക്ക് കോട്ടയത്തേക്ക് പോകുന്ന ബസ് വരുന്നുണ്ട് എന്ന് നമ്മളെ അറിയിക്കും. അതിൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ റിസർവ് ചെയ്യാം. സീറ്റ് ഉണ്ടോ എന്നത് പറയും, റിസർവ് ചെയ്യാം. ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനം ഒരു 3-4 മാസത്തിനുള്ളിൽ കേരള സംസ്ഥാനത്ത് നമ്മൾ നടപ്പിലാക്കി തീർക്കും. അങ്ങനെ എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി അതിന് നടപടിയായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഒക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പം നമ്മൾ മറ്റു രാജ്യങ്ങൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, ഇപ്പം പലരും പറയുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെ അവരാരും തിരിച്ചു വരുന്നില്ല. അതിന് കാരണം അവർക്ക് ഇവിടെ കിട്ടാത്തൊരു സൗകര്യമുണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് പല കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ക്യൂ നിന്ന് കാര്യം സാധിക്കും. ആദ്യം വന്നവൻ ആദ്യം. ഇവിടെ ഒരു മര്യാദയില്ല. ഇടിച്ചു കയറുന്നവൻ ആദ്യം എന്നുള്ളതാണ്. വളഞ്ഞ വഴികളൊന്നും ഇല്ലാതെ അവിടെ ജീവിക്കുമ്പോൾ അവർക്കൊരു സമാധാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ പലരും വിദേശത്ത് പോയിട്ട് ഞാൻ അവിടെ പഠിച്ച് അവിടെ നിന്ന് ജീവിക്കുക എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അത് ലഭിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആരും പോകില്ല. നല്ല ശമ്പളം കിട്ടുന്ന ജോലി കിട്ടുമെങ്കിൽ ആരെങ്കിലും വിദേശത്ത് പോകും. അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാവണം. പിന്നെ അതിനകത്തൊരു കാര്യം ഞാൻ പറയാം. ഈ ട്രാൻസ്പോർട്ട് കാര്യം പറഞ്ഞ് നിർത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞ് നിർത്തിയ പ്രശ്നം നിങ്ങളോടൊരു അഭ്യർത്ഥനയാണ്. ഞാൻ പറഞ്ഞു, പ്രവാസി മലയാളികൾ അവിടെ വന്നു കഴിഞ്ഞാൽ ലൈസൻസ് ടെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലൈസൻസ് പരിഷ്കരണം കൊണ്ടുവന്നത് ആദ്യം ഞാൻ മുന്നോട്ട് വെച്ചത് ഒരു ദിവസം 40 ലൈസൻസ് എന്ന് പറയുന്നത് 25 എണ്ണം പുതിയ ആളുകൾക്ക്, 10 എണ്ണം തോറ്റുപോയവർക്കും വീണ്ടും എഴുതാൻ വേണ്ടി, 5 എണ്ണം പ്രവാസികളായ ആൾക്കാർക്കും കൊടുക്കണം. അവർ വന്നു കഴിഞ്ഞാൽ അപ്പം ടെസ്റ്റ് നടത്തി കൊടുക്കും. ഇന്ന് RTO കണ്ടാൽ അടുത്ത ദിവസം ടെസ്റ്റ് നടത്തി കമ്പ്യൂട്ടറിന് പുറത്ത് കണ്ട് വന്നിട്ട് ടെസ്റ്റ് നടത്തി കൊടുക്കും. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, വിദേശത്ത് ജീവിക്കുന്നവർ, ഇവർക്കെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് എല്ലാം റെഡിയായിരിക്കും. ടെസ്റ്റ് എന്ന് പറയുന്നത് പോകേണ്ടി വന്നാൽ ഈ 5 പേര് എല്ലാ RTO ഓഫീസിലും 5 പേര് മാറ്റി വെച്ചിട്ടുണ്ട്. അവരില്ലെങ്കിൽ മാത്രം തോറ്റവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അവരില്ലെങ്കിൽ, അല്ലാതെ ആർക്കും മാറ്റാനൊക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഈ തോറ്റവർക്ക് ഒരു 10 സ്ലോട്ടും കൂടി വർദ്ധിപ്പിച്ചു. കാരണം തോക്കുന്നവരുടെ എണ്ണം കൂടി. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആദ്യം മന്ത്രിയെ വരുമ്പോൾ 125 ലൈസൻസ് ഒരു ഉദ്യോഗസ്ഥന് ഒരു ദിവസം പരിശോധിക്കണം. ഒരു ലൈസൻസ് പരിശോധിക്കാത്ത രാവിലെ 8:30 മണി മുതൽ പരമാവധി 8:30 മണി മുതൽ 2 മണി വരെ ഈ സമയത്തിനുള്ളിൽ 125 പേരെ ഒരാൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ 115 പേരും ജയിക്കുന്നു.
അപ്പോൾ അവനെ എന്ത് വിളിക്കണം ഈ ഉദ്യോഗസ്ഥനെ നമ്മൾ? ഈ അത്ഭുത പ്രതിഭാസം കാണിച്ച ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിരിച്ചങ്ങോട്ട് സാർ, എന്നാൽ നാണക്കേടല്ലേ? ആരാണ് ഈ റോഡിൽ ഇറങ്ങുന്നത്? വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളുകളാണ് ലൈസൻസ് കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ കൊടുക്കൂ. അപ്പം ഞങ്ങൾ എല്ലാ KSRTC 13 ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുന്നുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 13 മാവേലിക്കര അടക്കം 13 സ്ഥലങ്ങളിൽ കണ്ണൂർ വരെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാ ജില്ലയിലും 1 കോടി രൂപ ചിലവഴിച്ച് ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷേ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മളാണ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ എന്നാൽ വണ്ടി ഓടിക്കാൻ അറിഞ്ഞാത്ത ആൾക്കാരെ നമ്മളിവിടെ പഠിപ്പിക്കും. അതാണ് ഉദ്ദേശം. നല്ല ഡ്രൈവിംഗ് ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കുറയും. റോഡിൽ ആക്സിഡൻറ്റ് വളരെ കുറയണമെങ്കിൽ നല്ല ഡ്രൈവിംഗ് വേണം. ഇവിടെയൊക്കെ അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് കുറയുന്നത്. കാരണം വല്ല ടയർ പൊട്ടിത്തെറിച്ചൊക്കെ അവിടെ ഉണ്ടാകുന്നതല്ലാതെ ഇവിടെ ഒന്നും അങ്ങനെ കൊണ്ടിടിക്കലൊന്നുമില്ലല്ലോ. പാർക്ക് ചെയ്യാൻ പോലും നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് അറിയത്തില്ല. ഞാനൊന്ന് പാർക്ക് ചെയ്യണം, റിവേഴ്സ് പാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു സമരം. എന്താണ് നമ്മുടെ നാട്? ഇതിലൊക്കെ സമരം ചെയ്താൽ വല്ല അന്തവും കുന്തവും ഉണ്ടോ? ഇനി എല്ലാം ഇളക്കി വിടുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ഇവിടെ മാധ്യമപ്രവർത്തകരായിരുന്ന ആൾക്കാരെ കൊണ്ടുവന്നാലും പറയുകയാണ്, മാധ്യമങ്ങളെ കുറ്റം പറയല്ല. ഞാൻ ഈ പ്രവാസികളെ അഭിമാനം തോന്നി. കാരണം 1200 കുട്ടികളെ മലയാളം പഠിപ്പിക്കുക. ഒരു മലയാള ഭാഷയുടെ ഒരു വലിയ ശാഖയായി. കാരണം 1200 കുട്ടികളെ മലയാളം അക്ഷരം മുതൽ പഠിപ്പിക്കുന്നു. അന്യ സംസ്ഥാനത്ത് താമസിക്കുമ്പോൾ പലപ്പോഴും അമേരിക്കയിലേക്ക് പോകുമ്പോൾ തോന്നിയിട്ടുണ്ട്, ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കേരളത്തെ പറ്റി അറിയത്തില്ല, കേരളത്തിനെ പറ്റി അവർ കാണുന്നില്ല, ഒന്നും അറിയത്തില്ല. കേരളത്തിലെ ഒരു കുട്ടനാട് കണ്ടാൽ അറിയത്തില്ല, മൂന്നാർ കണ്ടാൽ അറിയത്തില്ല, മനോഹരമായ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അവരറിയുന്നില്ല. അപ്പം ഞാൻ ഈ ആദ്യമായിട്ടൊരു ചാനൽ ഏഷ്യാനെറ്റാണ് വന്നത്. അപ്പം ഞാൻ മനസ്സിൽ സന്തോഷിച്ചു, ദൈവമേ ഇത് അവിടെയൊക്കെ കാണും, സാറ്റലൈറ്റ് വഴി അവിടെ കാണാൻ പറ്റും. ഈ കുഞ്ഞുങ്ങളൊക്കെ കേരളത്തെ പറ്റി മനസ്സിലാക്കുകയും അവർ അത് ഇഷ്ടപ്പെടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. അവിടെ ഇരുന്നുകൊണ്ട് അന്യരാജ്യങ്ങളിൽ ഇരിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് മീഡിയാസ് എല്ലാം, സോഷ്യൽ മീഡിയയും രണ്ടും. ഒരു കാര്യം ഞാൻ ബഹ്റിൻ മലയാളിയോട് അഭ്യർത്ഥിക്കുകയാണ്, ഏത് വാർത്ത വന്നാലും ജസ്റ്റ് ഒരു വീക്ക് നിങ്ങളത് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ തീരുമാനം എടുക്കാവും. അതങ്ങനെ മാറുന്നതാണ്. ഓരോന്നെടുത്ത് നോക്കും. ഒരാളെ നശിപ്പിച്ചതിന് ശേഷം അയാൾ നശിച്ചു എന്നറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പതുക്കെ തിരുത്തും. ടൊവിനോയുടെ സംഭവം തന്നെ അറിയാമല്ലോ, ഞാൻ തീർത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം എടുത്താൽ മതി. ഒരാളുടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ വളരെ തന്ത്രപരമായിട്ട് അവിടുന്ന് പൊടിയും തട്ടി ഒരു പോക്കം പോകും. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കേരളം കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും ഇപ്പം മക്കളുമായിട്ടിരുന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഇത് കാണാൻ പറ്റത്തില്ല, കാരണം അതിനുള്ള അന്തരീക്ഷമില്ല. എന്നാൽ മുതിർന്നവരോട് ഞാൻ പറയുന്നു, ഏത് വാർത്ത സോഷ്യൽ മീഡിയയിൽ കണ്ടാലും ഏത് വാർത്ത ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടാലും ഒരാഴ്ച നിങ്ങൾ വിശ്വസിക്കരുത്. ഒരാഴ്ച കഴിഞ്ഞ് വിശ്വസിച്ചോളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇത് സത്യമാണെങ്കിൽ അവിടെ കാണുന്നത്. എല്ലാം ഒരാഴ്ച കൂടി ലൈഫില്ല. മറ്റുള്ളവരെ ദുഃഖം കാണാനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, ആണോ? ഇവിടെ തന്നെ പറഞ്ഞു 2 ലക്ഷം രൂപ കുഞ്ഞിന് കൊടുത്തു, 10 ലക്ഷം രൂപ ഓരോരുത്തരെ കൊടുക്കുമെന്ന് പറയുന്നത്. മരിച്ചാൽ ഒരാണ് ആ ദുഃഖം കാണാനല്ല, അവരെ ഇനിയുള്ള കാലം സന്തോഷമായി ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് സമാജം ചെയ്യുന്നത്.